നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം ദൈവകാരുണ്യ ഭക്തിയിലെ കരുണയുടെ ജപമാലയെക്കുറിച്ചാണ്. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ ഖണ്ഡിക 476 ഇപ്രകാരം പറയുന്നു: ഈ ജപമാല എന്റെ ക്രോധത്തെ ശമിപ്പിക്കുന്നു. വീണ്ടും ഖണ്ഡിക 687 ഇപ്രകാരം പറയുന്നു: ഞാൻ പഠിപ്പിച്ച കരുണയുടെ ജപമാല നീ നിരന്തരം പ്രാർത്ഥിക്കണം. ആരിത് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ മരണനേരത്ത് എന്റെ അനന്തമായ കരുണ അവർ അനുഭവിക്കും. പാപികൾക്ക് ഇത് അവസാനത്തെ രക്ഷാമാർഗമായി വൈദികർ നിർദ്ദേശിച്ചു കൊടുക്കണം. എത്ര വലിയ പാപിയാണെങ്കിലും ഈ അനുഗ്രഹ ജപമാല ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ എന്റെ അനന്ത കാരുണ്യത്തിൽ നിന്ന് അവന് കൃപ ലഭിക്കുമെന്നാണ് ഈശോ വാഗ്ദാനം ചെയ്യുന്നത്. ലോകം മുഴുവനും എന്റെ അനന്തമായ കരുണ അറിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ കരുണയിൽ ആശ്രയം വെക്കുന്നവർക്ക് സങ്കൽപ്പിക്കാൻ പോലും സാധിക്കാത്ത വലിയ കൃപകൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും ഡയറി ഖണ്ഡിക 811 നാം ഇപ്രകാരം വായിക്കുന്നു: കരുണക്കുന്ത ചെല്ലുന്ന ഓരോ ആത്മാവിനെയും എന്റെ മഹത്വമെന്ന നിലയിൽ ഞാൻ സംരക്ഷിക്കും. മരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി മറ്റുള്ളവർ ഇത് ചൊല്ലിയാലും എന്റെ വിമോചനം ലഭിക്കുന്നതാണ്. മരണാസന്നരുടെ കട്ടിലിനരികെ നിന്നുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവകോപം മാറിപ്പോകുകയും അളവറ്റ ദൈവ കരുണ ആ ആത്മാവിനെ പുൽകുകയും ചെയ്യും. എന്റെ മകന്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എന്റെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറന്നുവിടും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാകട്ടെ, ഈശോയുടെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഏത് നിയോഗവും ദൈവം സാധിച്ചു തരും എന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വീണ്ടും വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി ഖണ്ഡിക 1731 ഇപ്രകാരം നാം വായിക്കുന്നു: എന്റെ ഹിതത്തിന് അനുസൃതമായി ഈ ജപമാലയിലൂടെ നീ ചോദിക്കുന്നതെല്ലാം നിനക്ക് ലഭിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസത്തിന്റെ ഉച്ചയ്ക്ക് ശേഷം 3 മണി സമയം നമുക്ക് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.